ഹായ് ഹായ് ഹായ്. 9th CBSEൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സ്കൂളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ 1 വീക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി. എന്തൊക്കെയുണ്ട്? കുറേ ആളുകൾക്ക് ബുക്കൊക്കെ കിട്ടി, കുറേ ആളുകൾക്ക് ബുക്കൊന്നും കിട്ടിയിട്ടില്ല. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ക്ലാസ് പോകുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും ക്ലാസ് പോകുന്നത്? എന്തൊക്കെയാണ് ക്ലാസ്സിൽ, എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? ഉഷാറായിട്ട് പോകുന്നുണ്ട്. നല്ല മഴയാണ്. അപ്പോൾ മഴയത്ത് തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ടുണ്ട് അല്ലേ? ഇനി 9th CBSEക്കാർക്ക് അറിയാം, നിങ്ങളെ സിലബസ് എൻ്റെയർ ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ? അടിപൊളി സിലബസാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് ഗണിതമഞ്ജരി, എക്സ്പ്ലോറേഷൻ, കാവേരി, ഡിസ്കവർ ഇങ്ങനെ വന്നു. പിന്നെ നിങ്ങളെ ലാംഗ്വേജിലൊക്കെ ചേഞ്ച് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാതും കൊണ്ടും ഇപ്രാവശ്യത്തെ 9th CBSE കുട്ടികൾക്ക് നല്ല പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിതൊന്നും പ്രശ്നമല്ല. പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉഷാറായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഉഷാറായിട്ട് എല്ലാം ഉഷാറായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗണിതമഞ്ജരി അല്ലേ? ഗണിതമഞ്ജരി കുറേ ആൾക്കാർക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ട്. ബുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമില്ല. സാറ് കംപ്ലീറ്റ് ഗണിതമഞ്ജരിത്തെ ഫസ്റ്റ് ചാപ്റ്റർ യൂസ് ഓഫ് കോർഡിനേറ്റ്സ്. യൂസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10th പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. പക്ഷെ ഇതൊന്നും പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്ററും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പതുക്കെ ചെയ്ത് ഓരോ കോൺസെപ്റ്റും ഒരേ രീതിയിൽ പഠിച്ച് ഡീപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ഈ സിലബസ് മാറിയതൊന്നും പ്രശ്നമല്ല. സ്കൂളുകളിൽ ചിലപ്പോൾ ടീച്ചേഴ്സിനെ എല്ലാ കുട്ടികളെയും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ട്യൂഷൻസിലും അവിടെ നിന്നും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് ഉഷാറായിട്ട് പോവുക. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ നമ്പർ ഇതിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ PDF കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾക്ക് വർക്ക്ഷീറ്റും കാര്യങ്ങളും നമുക്കറിയാം. ആൽഫയിൽ നമ്മൾ വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആൽഫ ലേണിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ല, പക്ഷെ നമ്മളെല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരേ പാറ്റേണിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറിൽ കമ്മ്യൂണിറ്റി എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്നുള്ളത് വാട്സപ്പിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. എല്ലാവരും ഉഷാറായിട്ട് തന്നെ നമുക്ക് പഠിക്കണം. ഇപ്രാവശ്യം CBSE നമുക്ക് ടഫ് സിലബസ് തന്നിട്ടുണ്ടെങ്കിലും നമ്മളതെല്ലാം അല്ലേ ചിൽ മൈൻഡിൽ എന്ത് ചെയ്യും, പഠിച്ചെടുക്കും. ഓക്കെ ആണല്ലോ? ഇപ്പോൾ ഗണിതമഞ്ജരി ബുക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നല്ല അടിപൊളി പേരാണ് നമ്മുടെ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിന് ഇട്ടിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഏതാടാ? ഫസ്റ്റ് ചാപ്റ്റർ ഓറിയൻറ്റിങ് യുവർ സെൽഫ്, ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ്. എന്തൊക്കെയാണ് യൂസ് ഓഫ് കോർഡിനേറ്റ്സിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കിയാലോ. എന്തൊക്കെയാണ് യൂസ് ഓഫ് കോർഡിനേറ്റ്സിൽ പറയുന്നത്? അപ്പോൾ കോർഡിനേറ്റ്സ് ആദ്യം നോക്കണ്ടേ. കോർഡിനേറ്റ്സ് ജസ്റ്റ് ഇതാണ്, ഗ്രാഫിലുള്ള പോയിന്റുകളെ പറ്റി പഠിക്കുന്നതാണ് കോർഡിനേറ്റ്സ്. സാർ ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ ഏറ്റവും ബേസിക് കുറച്ച് കാര്യങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വരും. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് സാർ ഒരു ലൈന് വരച്ചിട്ടുണ്ട് അല്ലേ? ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇതാണ് എക്സ് ആക്സിസ്. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന ഈ ആക്സിസ് ആണ് എക്സ് ആക്സിസ്. ഇനി വേർട്ടിക്കലായിട്ട് ഇവിടെ വരച്ചിട്ടുള്ള ഈ ആക്സിസ് ആണ് വൈ ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും എല്ലാ മക്കളും ഓക്കെയാണ് അല്ലേ? ഇനി നോക്ക്, ഈ ആക്സിസുകൾ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് കണ്ടോ നിങ്ങൾ? ഇതിനെയാണ് നമ്മൾ O അല്ലെങ്കിൽ ഒറിജിൻ എന്ന് വിളിക്കുക. O എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ആക്സിസ് പഠിച്ചു, ഒറിജിൻ പഠിച്ചു. ഓക്കെ, ജസ്റ്റ് ഒറിജിൻ, എക്സ് ആക്സിസ് പഠിച്ച് ഒറിജിൻ. അപ്പോൾ O എന്ന് പറഞ്ഞാൽ ഒറിജിൻ. ഇനി ശ്രദ്ധിച്ചോ, എക്സ് ആക്സിസ് എടുക്കുകയാണ് കേട്ടോ. എക്സ് ആക്സിസ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മുമ്പോട്ട് എക്സ് ആക്സിസ് എടുത്തിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടുമാണ് സാർ പോകാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. 1 2 3 4 5 എക്സെട്ര.
അപ്പോൾ ഒറിജിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ഒറിജിന് റൈറ്റ് സൈഡിലോട്ട് പോകുന്നൊക്കെ എന്താ, പോസിറ്റീവ്. അപ്പോൾ ലെഫ്റ്റിലോട്ട് പോകുന്നു, യെസ്, എന്തായിരിക്കും, നെഗറ്റീവ്. -1, -2, -3, -4 എക്സെട്ര. ഇനി അതുപോലെ ഒറിജിന് അപ്വാർഡ്സും ഡൗൺവേർഡ്സും നോക്കിയാലോ. ഒറിജിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 1, 2, 3, 4, 5. ഒറിജിന് വൈ ആക്സിൽ മുകളിലോട്ട് അപ്വാർഡ് ഡയറക്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവും, നേരെ ഡൗൺവേർഡ്സ് വരികയാണെങ്കിൽ അത് നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആക്സിസുകൾ പഠിച്ചു അല്ലേ. ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന ലൈനാണ് ഏത്, എക്സ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ വേർട്ടിക്കലായിട്ട് വരയ്ക്കുന്ന ലൈൻ ഏതാ, വൈ ആക്സിസ്. രണ്ടും ജോയിൻ ചെയ്യുന്ന ആ ലൈൻ ഏതാ, ഒറിജിൻ അല്ലേ. ഇനി നമ്മൾ ഒറിജിന് റൈറ്റ് സൈഡിലോട്ടൊക്കെ പോസിറ്റീവും ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ അലോങ് എക്സ് ആക്സിൽ അലോങ് എന്താണ്, നെഗറ്റീവാണ്. ഇനി വൈ ആക്സ് എടുക്കുമ്പോൾ ഒറിജിൻ്റെ മുകളിലോട്ടൊക്കെ എന്താടാ, പോസിറ്റീവും താഴോട്ട് നെഗറ്റീവും. ഈ കാര്യങ്ങളൊക്കെ സെറ്റാണല്ലോ. ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ജസ്റ്റ് നോക്കുക, നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഇവിടെ എടുക്കുന്ന കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഗ്രാഫിലെ പോയിന്റ് ആണെന്ന് സാറ് പറഞ്ഞു. ഞാനിത് ഇവിടെ ഒരു പോയിന്റ് എടുത്തു. നോക്കണേ, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിനെ കോർഡിനേറ്റ് എഴുതുമ്പോൾ, ഏതൊരു കോർഡിനേറ്റ് എഴുതുമ്പോഴും നിങ്ങളൊരു ഓർഡേർഡ് പെയർ അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റിൽ എന്ത് ചെയ്യണം, എക്സ് വൈ കൊടുക്കണം. ഫസ്റ്റ് എന്ത് ചെയ്യണം, എക്സ് കോർഡിനേറ്റ് എഴുതണം. സെക്കൻഡ് എന്ത് ചെയ്യണം, വൈ കോർഡിനേറ്റ്. അപ്പം ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കുക, അതാണ് എക്സ്. എന്താ, x3. നേരെ സൈഡിലോട്ട് നോക്കുക, വൈ എന്താ, 2. അപ്പം ഇപ്പോൾ സാറ് വരച്ചിട്ടുള്ള ഈ പോയിന്റ് ഏതാടാ, 3, 2. ഇതുപോലെ നിങ്ങൾക്ക് ഏത് പോയിന്റുകളും കണ്ടുപിടിക്കാം. ഇപ്പം ഇതാ നമ്മളിതാ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. അപ്പം ഈ പോയിന്റ് ഏതാ, ആദ്യം എന്ത് ചെയ്യണം, ആദ്യം എക്സ് നോക്കണം. യെസ്, എക്സ് എങ്ങനെയാ, യെസ്, മുകളിലോട്ട് നോക്കണം അല്ലേ. ഈ ഹൊറിസോണ്ടൽ ലൈനിലാണ് എക്സ് വരുന്നത്. അപ്പം എക്സ് എന്താ, x3. ഇനി സൈഡിലോട്ട് നോക്കുക, വൈ എന്താ, 4. x-3, y-4. സോ ദിസ് പോയിന്റ് ഈസ് കോൾഡ് -3 -4. കിട്ടിയല്ലോ, അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ, സാർ ഇതാ ആക്സിസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം കേട്ടോ. ഇതാ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇപ്പോൾ എക്സ് ആക്സിലല്ലേ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്ത്. എക്സ് ആക്സിൽ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, വൈ എന്താണ്, വൈ എന്താ. എക്സ് ആക്സിൽ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ എക്സ് ഇവിടെ 5 ആണെന്ന് മനസ്സിലായി. വൈ എന്താ, വൈ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കണം അല്ലേ. വൈ ആക്സിലോട്ട് നോക്കുമ്പോൾ അവിടെ എന്താ, 0. സോ 5, 0. ഇനി ഇതാ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റ് എടുക്കുമ്പോൾ എക്സ് എന്താ, 2 ആണ്. വൈ എന്താ, വൈ എന്താ, ഇതിലോട്ട് ഇങ്ങോട്ട് നോക്കുക, എന്താ, 0. യെസ്, ഇവിടെ എന്താ, ഇവിടെ ഒരു പോയിന്റ് എടുക്കുമ്പോൾ x-4 ആണ്, y 0. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, എനി പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ദ വൈ കോർഡിനേറ്റ് ഈസ് 0. എക്സ് ആക്സിന് നമ്മൾ ഏത് പോയിന്റ് എടുക്കുമ്പോഴും അതിൻ്റെ വൈ എന്താടാ, 0 ആണ് അല്ലേ. ഇനി നേരെ തിരിച്ച് വൈ ആക്സിൽ ഒരു പോയിന്റ് എടുത്താലോ. ദ സാർ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ്, 5 ആണ് നമുക്കറിയാം. എക്സ് എങ്ങനെ നോക്കുക, താഴോട്ട് നോക്കുക, അപ്പോൾ എന്താ, 0 ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് എന്താ, x0 ആണ്, y5 ആണ്. ബിക്കോസ് ഫസ്റ്റ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, എക്സ് എഴുതണം. സെക്കൻഡ് ആണ് വൈ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോയിന്റ് എടുക്കുമ്പോഴോ ഇതിനും x0 ആണ്, y3 ആണ്. എടാ ഈ പോയിന്റ് എടുക്കുമ്പോഴോ ഇതിന് x0 ആണ്, y-4 ആണ്. സോ എനി പോയിന്റ് ഓൺ വൈ ആക്സിസ്, വൈ ആക്സിൽ നിങ്ങൾ എന്ത് പോയിന്റ് എടുത്താലും ദ എക്സ് കോർഡിനേറ്റ് ഈസ് 0. എക്സ് കോർഡിനേറ്റ് എന്താ, 0 ആണ്. സെറ്റാണല്ലോ. അപ്പോൾ ആ കാര്യം മനസ്സിലായി. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കിക്കോ, എനി പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ദ വൈ കോർഡിനേറ്റ് ഈസ് 0. ഇനിയോ എനി പോയിന്റ് ഓൺ വൈ ആക്സിസ് ദ എക്സ് കോർഡിനേറ്റ് ഈസ് 0. നേരെ തിരിച്ചു പറയാം. അപ്പോൾ നമ്മളോട് ഏതെങ്കിലും ഒരു പോയിന്റ് ചോദിച്ചാൽ ഇതായിരിക്കും അതിൻ്റെ x0 എന്നായിരിക്കും എക്സ് ആക്സിലെ പോയിന്റിൻ്റെ എന്ത്, ജനറൽ ഫോം. ഇനിയോ 0y ആയിരിക്കും എന്ത്, വൈ ആക്സിലെ പോയിന്റ്. അപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ഇതാ 5, 0, ഇത് ഏത് ആക്സിസിലാ, ഇത് എക്സ് ആക്സിലാണ്. കാരണം എന്താ, y0 ആണ്, അപ്പോൾ അത് എക്സ് ആക്സിലാണ്. ഇനി നേരെ തിരിച്ച് 0-3, ഇത് ഏത് ആക്സിസിലാ, ഇൻ വിച്ച് ആക്സിസ് ലൈ ദിസ് പോയിന്റ്. യെസ്, ഏതാ, വൈ ആക്സ് ആണ്, ബിക്കോസ് x is 0. അത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ, പ്രശ്നമില്ലല്ലോ, ഇല്ല.
ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ്, ശ്രദ്ധിച്ചോ, ഇത് 10th നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് സംഭവമാണ് ഡിസ്റ്റൻസ് ഫോർമുല. അത് നിങ്ങൾ ഇവിടെ സാറ് ഇപ്പം സെറ്റാക്കി തരും. നോക്കിയാൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. ഈ പോയിൻ്റ് നമുക്കറിയാം ഇതെന്താണ്, ഗ്രാഫിലെ പോയിൻ്റ് ആയതുകൊണ്ട് x1y1 ആണ്. ഇതും ഗ്രാഫിലെ പോയിൻ്റ് ആയതുകൊണ്ട് x2y2 എന്നെടുത്തു. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക, ലെങ്ത് എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ലെങ്ത്ത് സാർ ഇതാ എ ബി ആണ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അതായത് ഇതാ നമ്മളിവിടെ 2 പോയിന്റുകൾ എടുക്കുകയാണ്, ശ്രദ്ധിച്ചോ. ഇതൊരു 5 3, അതുപോലെ ഇതൊരു 7 7 5. ഇതാണ് വിചാരിക്കുക പോയിന്റ്. അപ്പോൾ സാർ ഇത് പി ക്യു എന്ന് പറഞ്ഞ ലൈനാണ്. പി ക്യുവിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, പി ക്യു ലെങ്ത്ത് കണ്ടുപിടിക്കുക √(x2 - x1). x2 എന്ന് പറഞ്ഞാൽ 7 അല്ലേ, x1 എന്താ 5 അല്ലേ. അപ്പോൾ 7 - 5 ഹോൾ സ്ക്വയർ പ്ലസ് എന്തെടുക്കണം, y2 - y1 5 - 3 ഹോൾ സ്ക്വയർ. സോ അപ്പോൾ എന്താ കിട്ടുന്നുണ്ടാവുക, √(7 - 5) എന്താ 2 സ്ക്വയർ പ്ലസ് 5 - 3 എന്താ, അതും 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്താ 4 + 4 √8. √8നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 × 2 എന്ന് എഴുതാം. 4ന് റൂട്ട് ഉണ്ട്, അപ്പോൾ 2√2 എന്ന് മാറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആളാണ് ആര്, ഡിസ്റ്റൻസ് ഫോർമുല. എഴുതി നോട്ട് ചെയ്ത് വെച്ചോ മക്കളെ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡിസ്റ്റൻസ് ഫോർമുല എന്താ, √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇക്വേഷൻ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുക. ഓക്കെ ആണോ? ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യുക, വെക്കുക. ഇനി ജസ്റ്റ് നോക്കുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ്. ഓരോരോ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുക, ഇനി ഇതിൽ വരുന്നത് ഒന്ന് നോക്കി വെക്കാം. സെറ്റല്ലേ? ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കി സെറ്റാക്കി വെക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ 3 5 ആൻഡ് ബി 8 - 5. ഡിസ്റ്റൻസ് ഫോർമുല നമ്മളെ കയ്യിലുണ്ട് അല്ലേ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എ ബി കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഫോർമുല എന്താ, ഓർമ്മ ഉണ്ടോ? നേരത്തെ നമ്മൾ പഠിച്ച ഡിസ്റ്റൻസ് ഫോർമുല, യെസ്, ഇതാ ഇവിടെ ഉണ്ട് അല്ലേ. ഡിസ്റ്റൻസ് ഫോർമുല ഓർമ്മ ഉണ്ട്. എന്താ, √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. യെസ്, അത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എ ബി എങ്ങനെ കണ്ടുപിടിക്കും, എ ബി ഇക്വേഷൻ നമുക്കറിയാം. എന്താ, x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇതിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്താ കിട്ടുക, എ ബി √(x2) എന്താ, x2 8 ആണ്, 8 x1 എന്താ 3 ആ, അപ്പോൾ 8 - 3 ഹോൾ സ്ക്വയർ പ്ലസ് -7 - 5 ഹോൾ സ്ക്വയർ. സോ √8 - 3 എന്താ 5 ആണ്. സോ 5 സ്ക്വയർ പ്ലസ് -7 - 5 ഹോൾ സ്ക്വയർ. രണ്ടും ആഡ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക അല്ലേ. മൈനസും വന്നാൽ എന്താ ചെയ്യുക, ആഡ് ചെയ്യുക, മൈനസ് ഇട്ട് കൊടുക്കുക. -7 - 5 എന്ന് പറഞ്ഞാൽ -12 വന്ന് കിട്ടും. സോ -12 ഹോൾ സ്ക്വയർ. എന്ത് കിട്ടും, 5 സ്ക്വയർ 25 ആണ്, -12 എന്താ 144 ആണ്. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, √169 = 13. എന്താ കിട്ടുക, 13 യൂണിറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് കിട്ടുക. ഡിസ്റ്റൻസ് ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് കത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് -2 - 3. എങ്ങനെ ഇത് ചെയ്യാം, യെസ്, സാധാ പോലെ ഡിസ്റ്റൻസ് കാണാം. ഡിസ്റ്റൻസിന് ഇക്വേഷൻ നിങ്ങൾ മറന്നിട്ടില്ല. എന്താണ്, √(x2 - x1) ഹോൾ സ്ക്വയർ. അപ്പോൾ തിരിച്ച് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. x1 - x2 ചെയ്താലും എന്ത് തന്നെയാണ്, സെയിം ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എന്താ, -2 ഇവിടെ എന്താ x2 -2 ആണ്, മൈനസ്. ശ്രദ്ധിക്കണം, നമ്മൾ ഇക്വേഷനിലുള്ള മൈനസും ഇവിടെ നമ്പറിലുള്ള മൈനസും നിങ്ങൾ ഇടാൻ മറക്കരുത്. അവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരിക. കണ്ടോ, 4
മൈനസ് ഇവിടെ -3 ആണ്. അപ്പോൾ 2 മൈനസ് അല്ലേ, 2 മൈനസ് അവിടെ വരും. അപ്പോൾ എന്താവും, ഈക്വൽ ടു റൂട്ട് ഓഫ് -2 + 2 ഹോൾ സ്ക്വയർ എന്ന് വരും, +4 + 3 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്തായിരിക്കും കിട്ടുക, -2 + 2 0. അത് നമ്മൾ ഇതാക്കി 4 + 3 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ 49 ആണ്. 49ൻ്റെ റൂട്ട് എടുത്താൽ 7 എന്നെ തിരിച്ച് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് -2 വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻസ് ഫോർമുലയിൽ എന്ത് ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട. ബിക്കോസ് സെയിം ഇവിടെ എന്തില്ല, ഡിഫറൻസ് ഇല്ല. ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം, ഡിഫറൻസ് ഇല്ലാത്ത നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നോക്കണ്ട. സെയിം നമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 2 നമ്പേഴ്സും അല്ലേ, സെയിം നമ്പേഴ്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ നേരെ ബാക്കിയുള്ള 2 നമ്പേഴ്സ് മൈനസ് ചെയ്താൽ മതി. ഇപ്പം എന്തായി, ഈക്വൽ ടു -7 എന്ന് കിട്ടും. -7ൻ്റെ മോഡുലസ് എടുത്താൽ 7 എന്താണ് ആൻസർ. ഇങ്ങനെ സിമ്പിളായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എന്തായി, കംപ്ലീറ്റ് സെറ്റായി. ഇതെന്താ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ x കോർഡിനേറ്റ് ആൻഡ് y കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. എടാ, x കോർഡിനേറ്റും y കോർഡിനേറ്റ് ഓഫ് പോയിന്റ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 ആക്സിസ്. നമ്മൾ x ആക്സിസ് ആണ് ഈ വരച്ചിട്ടുള്ളത്, y ആക്സിസ് ആണ് ഈ വരച്ചിട്ടുള്ളത്. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിൻ്റെ ആക്സിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കാ പറയാൻ പറ്റുക, ഈ പോയിന്റിൻ്റെ ആക്സിസ് ആർക്കാ പറയാൻ പറ്റുക, യെസ്, എന്താണ് ഇത്, ആക്സിസിൻ്റെ y കോർഡിനേറ്റ് x കോർഡിനേറ്റ് 0 ആണ്. 0 0 ബിക്കോസ് ഇതെന്താ, ഒറിജിനാണ്. ഈ ഇതെന്താണ്, ഒറിജിനാണ്. സോ ഒറിജിൻ്റെ ആക്സിസ് x ആക്സിസും y ആക്സിസും ജോയിൻ ചെയ്യുന്ന അല്ലെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റ് ഏതാ, ഒറിജിനാണ്. ഓക്കെ, സെറ്റാണല്ലോ. ഇനിയാണ് നമ്മൾ സ്ലോപ്പ് പഠിക്കുന്നത്. സ്ലോപ്പ് +1 നേർക്ക് +1 സിലബസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അത്ര വലിയ സംഭവമൊന്നുമില്ല. സ്ലോപ്പ് ഇസ് സില്ലി. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്താണ്, നമ്മൾ ഇവിടെ സാർ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഈ ലൈൻ്റെ ഈ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ചരിവൊക്കെ അല്ലേ, എത്രത്തോളം ഇതിനെന്തുണ്ട്, സ്ലോപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ. ഇപ്പോൾ നമ്മൾ ഇതാ ഇവിടെ സാർ ഒരു ലൈന് വരച്ചു, ഇവിടെ ഒരു ലൈന് വരച്ചു, കണ്ടോ, ഇങ്ങനെ ഒരു ലൈന് വരച്ചു. ഈ ലൈന് ഇപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ സ്ട്രൈറ്റ് ലൈൻസാണ്. ഇങ്ങനത്തെ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഇതാ പോയിന്റുകൾ എടുക്കുമ്പോൾ എല്ലാ പോയിന്റ്സുകളും തമ്മിലുള്ള സ്ലോപ്പ് എന്തായിരിക്കും, പോയിന്റ്സുകൾ തമ്മിലുള്ള സ്ലോപ്പൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സെയിം ആണെങ്കിൽ അത് സ്ട്രൈറ്റ് ലൈനാണ്, സെയിം അല്ലെങ്കിലോ സ്ട്രൈറ്റ് ലൈൻ അല്ല. ഓക്കെ, ഇപ്പോൾ 3 പോയിന്റ്സ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ 3 പോയിന്റ്സും ഒരു സ്ട്രൈറ്റ് ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ മതി. അപ്പോൾ സ്ലോപ്പ് കാണാൻ ചെറിയ സംഭവമുള്ളൂ. ഇപ്പോൾ ഇതാ 2 പോയിന്റുകൾ എടുത്തു സാറ്. ഇതാ ഇവിടെ x1 y1 ഇവിടെ x2 y2. ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി, സ്ലോപ്പ് ഈക്വൽ ടു y2 - y1 x2 - x1. ഇതാണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കണം. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ, y2 - y1 x2 - x1. സോ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ട് ഇത് സെറ്റാക്കിയാലോ, സെറ്റാക്കാം അല്ലേ. ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കാം. ആർ ദ പോയിന്റ്സ് m -3 - 4 a 0 0 ആൻഡ് g 6 8 ഓൺ ദ സെയിം സ്ട്രേറ്റ് ലൈൻ. ഇതൊരു സെയിം സ്ട്രേറ്റ് ലൈനിലാണോ, സെയിം സ്ട്രേറ്റ് ലൈൻ ആണോ എങ്ങനെ ചെക്ക് ചെയ്യും, യെസ്, സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ആദ്യം തന്നെ ഇവിടെ അങ്ങോട്ട് എഴുതി വെക്കാം, എന്നാൽ പിന്നെ നമുക്കത് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാമല്ലോ. എന്തായിരുന്നു, y2 - y1 x2 - x1. ഇത് ഇവിടെ സാറ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നോക്കുക, ഓരോ പോയിന്റ്സ് എടുക്കുക. ഇവിടെ പോയിന്റ്സ് എന്താ, എം എടുക്കാം, എം എയും. എം എന്താ, -3 - 4. ഇനി എ എന്താ, 0 0. ജി എന്താ, 6 8. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യുക, സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് ഈ സ്ലോപ്പ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താ, ഇത് സെയിം സ്ട്രൈറ്റ് ലൈൻ ആണ്, അല്ലെങ്കിലോ നോട്ട് ഓൺ ദ സെയിം സ്ട്രൈറ്റ് ലൈൻ. സോ ഫസ്റ്റ് സ്ലോപ്പ് ഓഫ് എം എ കാണാം. സ്ലോപ്പ് ഓഫ് എം എൻ്റെ സ്ലോപ്പ് കാണാം. എം എൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം y2 മൈനസ്, അപ്പോൾ y2 എന്താ, 0 എടുക്കാം. 0 - -4 0 - -3. അപ്പോൾ എന്താ കിട്ടുന്നുണ്ടാവുക എന്താ, +4/3 എന്ന് കിട്ടുന്നുണ്ടാവും. അതവിടെ നിൽക്കട്ടെ, 4/3. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്താളെ സ്ലോപ്പ് കാണാം. അടുത്താരാ, എ ജിയുടെ സ്ലോപ്പ് കണ്ടു നോക്കാം. സ്ലോപ്പ് ഓഫ് എ ജിയുടെ സ്ലോപ്പ് കാണുമ്പോൾ എന്താ കിട്ടും നോക്കാം, ഈക്വൽ ടു 6 - 0 അല്ലേ. അതായത് y2 - y1 6 - 0. അപ്പോൾ എന്താ കിട്ടുക, 8/6. 8/6 കട്ട് ചെയ്തൂടെ, കട്ട് ചെയ്താൽ എന്ത് കിട്ടും,
4/3 കട്ട് ചെയ്ത് എന്ത് കിട്ടുന്നുണ്ട് 4/3 സെറ്റ്. സ്ലോപ്പ് എന്താണ് സ്ലോപ്പ് ഓഫ് എം എയും സ്ലോപ്പ് ഓഫ് എ ജിയും ഈക്വൽ ആണ്. സോ അതുകൊണ്ട് എന്താണ് ഓൺ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. യെസ് ഓൺ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഓൺ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. ഈ 3 പോയിന്റും സെയിം സ്ട്രെയിറ്റ് ലൈനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതോ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാലോ, ചെക്ക് ഇഫ് ദ പോയിന്റ്സ് എ ബി സി ആർ കൊലീനിയർ. ഇത് കൊലീനിയർ ആണോ? കൊലീനിയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, സെയിം സ്ട്രെയിറ്റ് ലൈനിലാണോ? ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സ്ലോപ്പ് കണ്ടുപിടിച്ച് നോക്കാം. സ്ലോപ്പ് ഓഫ് ആരത് കണ്ടുപിടിക്കാം, ആദ്യം നമുക്ക് സ്ലോപ്പ് ഓഫ് എ ബി കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് എ ബി, സ്ലോപ്പ് ഓഫ് എ ബി എന്താ, y2 മൈനസ് y1 ആണ്. സോ 2 മൈനസ് -3, 2 - 3/1 മൈനസ് -2. അപ്പോൾ എന്ത് കിട്ടും, 2 - 3 -1, 1 + 3 3, -1/3 ആണ് സ്ലോപ്പ് ഓഫ് എ ബി. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇത് തന്നെയാണോ സ്ലോപ്പ് ഓഫ് ബി സി എന്ന് നോക്കാം. സ്ലോപ്പ് ഓഫ് ബി സി, സ്ലോപ്പ് ഓഫ് ബി സി കാണുമ്പോൾ 0 - 1, സ്ലോപ്പ് ഓഫ് ബി സി പറയുമ്പോൾ 0 ആണ്, ഇവിടെ 2 ആണ് അല്ലേ. 0 - 2/7 - 1. അപ്പോൾ എന്ത് കിട്ടും, -2/6 എന്ന് കിട്ടും. കട്ട് ചെയ്തൂടെ, 2 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 1 - 1/3. യെസ്, സ്ലോപ്പ് ഓഫ് എ ബിയും സ്ലോപ്പ് ഓഫ് ബി സിയും സെയിം ആണ്. therefore these lines are collinear. കൊലീനിയർ എന്ന് പറഞ്ഞാൽ സെയിം സ്ട്രെയിറ്റ് ലൈനിലാണ് എന്നുള്ളത്. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ സ്ക്രോളിങ്ങിൽ പോകുന്ന ഈ നമ്പറിൽ ജസ്റ്റ് വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക, കമ്മ്യൂണിറ്റി എന്ന് മെസ്സേജ് അയക്കണേ. അപ്പോൾ സാറ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് അയച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക്, അതിൽ വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ സാറ് അയക്കുന്നുണ്ട്. ബാക്കിയുള്ള നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇതെന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. സ്കൂളിൽ ഇപ്പോൾ ആർക്കും ബുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളിത് പഠിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഗ്രിപ്പായിരിക്കും മാത്സിനും എല്ലാത്തിലും ഒക്കെ. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് പഠിച്ചു പോവുക. സാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ഇരുന്ന് കണ്ടാൽ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. മാത്രമല്ല NCERT പുറത്ത് സാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ കംപ്ലീറ്റ്, ഈ ക്ലാസ് കംപ്ലീറ്റ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. മാത്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് തൊറവായിട്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റാണ് മിഡ് പോയിൻറ്റ്. എന്താണ് മിഡ് പോയിൻറ്റ്? മിഡ് പോയിൻ്റ് ഒന്നുമില്ല. നമ്മൾ ലൈൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എക്സാക്റ്റ് സെൻറ്റർ പോയിന്റിനാണ് എന്ത് പറയുക, മിഡ് പോയിന്റ്. അറിയാലോ അല്ലേ. ഇപ്പോൾ മിഡ് പോയിന്റിൻ്റെ ഇവിടെ ഈ രണ്ട് സൈഡിൻ്റെ റേഷ്യോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 1:1 ആണ്. കാരണം എന്താ, സെയിം റേഷ്യോ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഞാനിവിടെ ഒരു x1ഉം y1ഉം എടുത്തു, ഇവിടെ ഒരു x2ഉം y2 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെ മിഡ് പോയിന്റ് കാണാൻ സിമ്പിളാണ്. ഈ സെൻറ്ററത്തെ പോയിന്റ് മിഡ് പോയിന്റ് P കണ്ടുപിടിക്കാൻ എന്തുള്ളൂ, മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, ഹാഫ് എടുക്കുക, വൈകൾ തമ്മിൽ ആഡ് ചെയ്യുക, ഹാഫ് എടുക്കുക. ഇതാണ് മിഡ് പോയിന്റിൻ്റെ ഇക്വേഷൻ. വാട്ട് ഈസ് മിഡ് പോയിന്റ് ഈക്വൽ ടു x1 + x2/2 അല്ലെങ്കിൽ y1 + y2/2 ചെയ്താൽ മിഡ് പോയിന്റ് കിട്ടും. ജസ്റ്റ് നിങ്ങൾ നോക്കണേ, ഇവിടെ സാർ അവിടെ ലൈന് വരച്ചിട്ടുണ്ട്, നോക്കണേ. ഈ ലൈനിൽ ഇവിടെ ഒരു 5 2, അതുപോലെ തന്നെ ഇവിടെ ഒരു 3 4. ഇതിന് മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ഈ P എന്ന് പറഞ്ഞ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. എന്താ ചെയ്യുക, മിഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താ മിഡ് പോയിന്റിൻ്റെ ഇക്വേഷൻ? മിഡ് പോയിന്റ് ഇക്വേഷൻ x1 + x2/2 അതുപോലെ y1 + y2/2. ഇത് ചെയ്താൽ നമുക്ക് മിഡ് പോയിന്റ് കിട്ടും. അപ്പോൾ കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ x1 എന്താ 5 + x2 എന്താ 3/2 ചെയ്താൽ മതി. അതുപോലെ 2 + 4/2. ഇനി ഇവിടെ എന്താ കിട്ടുക, 8/2 6/2. 8/2 എന്താ 4, 6/2 എന്താ 3. അപ്പോൾ 3ഉം 4ഉം ആണ് ഇവിടെ എന്ത് മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത് അല്ലേ. സിമ്പിൾ സംഭവം. മിഡ് പോയിന്റിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതി ഇനി നമുക്ക്. യെസ്, ഇതാ മിഡ് പോയിന്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി ഗിവൺ ദാറ്റ് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലൈനൊക്കെ വരച്ചാൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞ ലൈനാണ്, ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് എം. സെറ്റാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എന്താ, എവിടെ കൊടുത്തിട്ടുണ്ട് 3 - 4. ബി എന്താ XY. ഇനി എം കൊടുത്തിട്ടുണ്ട് -7 1. ഓക്കെ,
ഇതിന് മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്, നമുക്ക് ഈ എൻഡിലുള്ള പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രേ ഉള്ളൂ. എടാ ഈ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്തതല്ലേ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്ത് കിട്ടിയതാണല്ലോ ഇത്. ഒരു നോക്കുക, അതായത് ഇവിടുത്തെ എക്സും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫാണ് മിഡ് പോയിന്റ് കിടക്കുന്നത്. നമുക്കറിയാം മിഡ് പോയിന്റ് എങ്ങനെ കിട്ടുക, x1 + x2/2 ചെയ്യുമ്പോഴാണ് ഈ മിഡിലുള്ള എക്സ് കിട്ടുക -7. അതുപോലെ തന്നെ y1 + y2/2 ചെയ്യുമ്പോഴാണ് ഈ മിഡിലുള്ള y കോർഡിനേറ്റ് ആയിട്ടുള്ള 1 കിട്ടുക. ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം. അപ്പോൾ ഇവിടെ നോക്ക്, x1 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, എന്താ 3 ആണ്, പ്ലസ് x2 x ആണ് കൊടുത്തിട്ടുള്ളത്, /2 = -7. ഇനി ഇതെന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് ചെയ്താൽ ട്രാൻസ്പോസ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ 2 എന്ത് ചെയ്തു സാറ്, /2 അവിടെ കൊണ്ടുപോയി, ഇവിടെ 3 + x = -7 × 2 -14 ആയി. ഇനി 3 അവിടെ പോയി, അപ്പോൾ x = -14 - 3 ആയി. അപ്പോൾ എന്താ കിട്ടുക, x = -17 കിട്ടിപ്പോയി, x = -17. ഇനി അതുപോലെ തന്നെ y1 ഇവിടെ കൊടുത്തിട്ടുണ്ട് -4 പ്ലസ് എന്താ y/2 = 1. ഇനി എന്ത് ചെയ്യുക, 2 അവിടെ പോയാൽ × 2 ആവും, അപ്പോൾ എന്തായി 1 × 2 2. ഇനി -4 അവിടെ പോയാൽ +4, 2 + 4 എന്താ 6. അപ്പോൾ മിഡ് പോയിന്റ് കിട്ടി. എന്താ മിഡ് പോയിന്റ് എന്താ കിട്ടിയത്, യെസ് മിഡ് പോയിന്റ് എന്താ, മിഡ് പോയിന്റ് കിട്ടിയിട്ടുള്ളത് -17 6. സെറ്റാണല്ലോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനിയും വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കത്തിയാൽ എന്ത് ചെയ്യുക, ബാക്കി നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നോക്ക്, ഇഫ് C1 - 1 ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് AB joining the points A 4x B -2 then the value of x. ഈ ക്വസ്റ്റ്യനിലും നോക്കടാ, എയും ബിയും തന്നിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് സി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി ഇവിടെ തന്നിട്ടുണ്ട് -1 1, എയോ A 4x, ബി എന്താ -2 4. നേരത്തെ അതേപോലെ തന്നെ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ എക്സുകൾ ആഡ് ചെയ്ത് അതിൻ്റെ ഹാഫ് എടുത്താൽ, നോക്ക് എക്സുകൾ ആഡ് ചെയ്ത് ഹാഫ് എടുത്താൽ എന്ത് കിട്ടും, -1 കിട്ടും. കണ്ടോ, എക്സും ആഡ് ചെയ്ത് ഹാഫ് എടുത്താൽ -1 കിട്ടും. വൈയും ആഡ് ചെയ്ത് ഹാഫ് എടുത്താൽ എന്ത് കിട്ടും, 1 കിട്ടും. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നിക്ക്. അപ്പോൾ നോക്കുക, എക്സും ആഡ് ചെയ്യുമ്പോൾ 4 + -2, പ്ലസും മൈനസും വരുമ്പോൾ മൈനസ് മാത്രം ഇട്ടാൽ മതി, = -1 കിട്ടും. ഇനിയോ ഇതേപോലെ x + 4/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും. ഇവിടെ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഇവിടെ നമ്മളോട് എന്ത് മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞേ, x മാത്രം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ x മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 അവിടെ പോയാൽ 1 × 2, x + 4 = 1 × 2 2, x = 2 - 4 = -2. സെറ്റാണല്ലോ, -2. ഓക്കെ, അപ്പോൾ x എന്തായി, -2. ആൻസർ കിട്ടി. മിഡ് പോയിന്റ് എന്ന് വന്നിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. മിഡ് പോയിന്റ് ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിഡ് പോയിന്റ് എന്ന് വന്നിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഇഫ് ദ എൻ പോയിന്റ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ A 25 B -4 3, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കിൾ അങ്ങോട്ട് ജസ്റ്റ് വരച്ചു നോക്കാം. ഓക്കെ, ഒരു സർക്കിള് ജസ്റ്റ് വരച്ചു, എന്നിട്ട് ഡയമീറ്റർ വരച്ചു. ഇതാണ് സെൻറ്റർ. ഇപ്പോൾ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞ എന്താ, ഇഫ് ദ എൻ പോയിന്റ്സ് ഓഫ് ഡയമീറ്റർ, എ ബി ആണ് എൻ പോയിന്റ്സ് ഓഫ് ഡയമീറ്റർ, ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്നാണ് പറഞ്ഞത്. ഇത് 25, അതുപോലെ ഇത് -4 3 ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സെൻറ്റർ കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ, x1 + x2/2 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, x1 + x2/2 ചെയ്യുമ്പോൾ 2 + -4/2 ചെയ്താലും -2/2 = -1. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് കിട്ടി -1. ഇനിയോ 5 + 3, അടുത്തതോ 5 + 3 y2 - y1/2 ചെയ്താൽ എന്ത് കിട്ടും, 5 + 3 8/2 4. അപ്പോൾ 4 കിട്ടി. സെറ്റാണല്ലോ, സിമ്പിൾ. ഇതുപോലെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാലോ, ഇങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ 3 ടൈപ്പ് പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്ക്, അപ്പോഴാണ് അഡ്വാൻസ് ലെവലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് സാറ് സർക്കിൾ വരച്ചു. ദ സെൻറ്റർ ഓഫ് സർക്കിൾ
ഈസ് 3 minus 2. One end of diameter is 5 1 and other end of diameter. അപ്പോൾ ഇവിടെ സെൻറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സർക്കിൾ വരച്ച് നോക്കാം. സർക്കിളിൻ്റെ സെൻറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്? സെൻറ്റർ തന്നിട്ടുണ്ട്, എയും തന്നിട്ടുണ്ട് അല്ലേ? എ 5 1 ആണ്, ബി തന്നിട്ടില്ല. അപ്പോൾ ബി നമുക്ക് XY എന്ന് എടുക്കാം. സി ഇവിടെ സെൻറ്റർ തന്നിട്ടുണ്ട് 3 minus 2. അപ്പോൾ നിങ്ങൾക്കറിയാം മിഡ് പോയിൻ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്? യെസ്, x1 x2 ആഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് മിഡ് പോയിൻ്റ്. അപ്പോൾ 5ഉം എക്സും ആഡ് ചെയ്ത് അതിൻ്റെ ഹാഫ് എടുത്തപ്പോൾ കിട്ടിയതാണ് 3. അതുപോലെ തന്നെ 1 പ്ലസ് വൈ അതിൻ്റെ ഹാഫ് എടുത്തപ്പോൾ കിട്ടിയതാണ് -2. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പോസ് ചെയ്താൽ എക്സും വൈയും കിട്ടും. ഇത് 5 + x = 3 × 2 ചെയ്യാം 6. അപ്പോൾ x = എന്താ? 6 - 5 = 1. അതുപോലെ തന്നെ ഇവിടെയും 1 + y = 2 × -2 -4. അപ്പോൾ y = -4 - 1 എന്നാണ് വരിക. അപ്പോൾ എന്താ കിട്ടുക? -5. അപ്പോൾ ഏതാ പോയിന്റ്? യെസ്, പോയിന്റ് ബി കിട്ടിയിട്ടുണ്ട്. പോയിന്റ് ബി ഇവിടുത്തെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് 1 - 5. സെറ്റാണല്ലോ. ഇനി നേരെ തിരിച്ച് ഇവിടെയാണെങ്കിലോ, ഇഫ് ദ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് സർക്കിൾ ഇഫ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ഡയമീറ്റർ ആർ -1 2 b 3 - 1. അപ്പോൾ ഡയമീറ്റർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. റേഡിയസ് അതിൻ്റെ ഹാഫ് അല്ലേ? അപ്പോൾ നമുക്ക് ഡയമീറ്റർ കംപ്ലീറ്റ് കണ്ടിട്ട് അതിൻ്റെ ഹാഫ് എടുത്താൽ റേഡിയസ് കിട്ടൂലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഡയമീറ്റർ കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. മറന്നോ? ഇല്ല. x2 - x1 whole square plus y2 - y1. ഇവിടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. x2 - x1 whole square plus y2 - y1 whole square. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? √x2 എന്താ നോക്കുക. ഇവിടെ x2 എന്താ? 3. 3 - -1. ശ്രദ്ധിക്കണം, 1ൻ്റെ മൈനസ് മറക്കരുത് ഇടാൻ. പ്ലസ് -1 - 2 whole square. അപ്പോൾ എന്താ കിട്ടുക? 3 + 1 എന്ന് പറഞ്ഞാൽ 4² 16 പ്ലസ് -1 - 2 എന്ന് പറഞ്ഞാൽ -3 whole square എത്രേ? -3 whole square 9. അപ്പോൾ എന്താ കിട്ടുക? √25 എന്ന് കിട്ടും. √25 എന്താ? 5 അല്ലേ? √25 5 ആണ്. അപ്പോൾ ഇവിടെ റേഡിയസ് എന്താ? 5ൻ്റെ ഹാഫ് 2.5 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. 2.5 എന്നായിരിക്കും റേഡിയസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഡയമീറ്റർ കിട്ടിയ അതിൻ്റെ ഹാഫാണ് എന്ത്? റേഡിയസ്. സിമ്പിൾ. സെറ്റാണല്ലോ. ഇനിയുള്ളൊരു കാര്യം നമ്മൾ 10th പഠിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല സാറ്, ജസ്റ്റ് മിഡ് പോയിൻ്റ് അല്ലാതെ വരുന്ന സമയത്ത്, മിഡ് പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? x1 + x2/2 എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്യുക. അല്ലാതെ വരുന്ന കേസ് ഇപ്പോൾ ഇവിടെ നോക്ക് സാർ, ഇവിടെ AB എടുത്തു. ഈ പോയിൻ്റ് P ഇവിടെ എടുത്താലോ? ഇപ്പോൾ ഈ P എന്തല്ല? മിഡ് പോയിൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സും വൈയും കണ്ടുപിടിക്കണമെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റേഷ്യോ അറിയണം. m:n ആണ് ഇതിൻ്റെ റേഷ്യോ. m:n. ഈ റേഷ്യോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റേഷ്യോനെ സാറ് m:n എടുത്തു. ഈ പോയിൻ്റ് ഒരു x1 y1ഉം ഈ പോയിൻ്റ് x2 y2 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ ഫോർമുല. നമുക്ക് ഈ P(xy) കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്യുക. mx2 + nx1/m+n. അതുപോലെ തന്നെ my2 വൈൻ്റെ ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. എക്സിലോടത്തൊക്കെ y ആക്കുക m+n. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്, ഇക്വേഷൻ എല്ലാവരും എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ NCERT-ൽ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും NCERT-ൽ അല്ലേ? NCERT-ൽ ലാസ്റ്റ് എക്സസൈസ് എടുത്തിട്ട് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ നോക്കുക. എന്ത് ക്വസ്റ്റ്യൻ? ഇഫ് PQ be the point of trisection AB with P closer to A, Q closer to B, when the point AB കൊടുത്തിട്ടുണ്ട്, find the coordinate of P and Q. ഇതൊരു ഫിഗർ ആക്കിയിട്ട് ജസ്റ്റ് ഒരു ലൈന് വരച്ചു. ഈ ലൈന് ഏതാണ്? AB ആണ്. ABയെ ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ പാർട്സ് ആക്കി. 1 2 3. അപ്പോൾ 3 ഈക്വൽ പാർട്സ് ആക്കി. അതിൽ P ക്ലോസർ ടു A. അപ്പോൾ ഇവിടെ P, ഇത് Q ആണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. കാരണം എന്താ? ഇത് 3 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ സാറിന് എന്ത് ചെയ്യണം?
ഫസ്റ്റ് പി കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഇവിടെ ദാ ഇത് 47 എന്ന് തന്നിട്ടുണ്ട്, ഇത് 16 - 2 എന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ച് നിന്നോ. ആദ്യം ഞാൻ ഈ ലൈന് വരച്ചു. ലൈനിൽ ആദ്യം പി കണ്ടുപിടിക്കാം, പി പി. അപ്പോൾ ക്യൂനെ നിങ്ങൾ വരയ്ക്കണ്ട. ഇനി നിങ്ങൾ നോക്ക്, ഇതാ എ മുതൽ പി വരെ 1 അല്ലേടാ റേഷ്യോ? യെസ്. അപ്പോൾ റേഷ്യോ 1 കിട്ടി. ഇനിയോ ഇവിടെ നോക്കുക, അതുപോലെ തന്നെ പി മുതൽ ബി വരെ എത്ര? 1 1 2 ആണ് റേഷ്യോ അല്ലേ? ഇവിടുന്ന് ഇവിടെ വരെ എത്ര റേഷ്യോ? 2 ആണ് റേഷ്യോ. അപ്പോൾ ആ റേഷ്യോ എടുത്തിട്ട് എന്ത് ചെയ്യണം? ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്ങനെ നോക്കുക? ഇതാ ഇത് 4 2 ആണ്, ഇത് 4 7 ആണ്, ഇത് 16 - 2 ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം ഫസ്റ്റത്തെ ആൾ ഇത് എം ആണ്, ഇത് എൻ ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? എഴുതുക, എന്നിട്ട് അതിൽ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ എഴുതുമ്പോൾ എന്തായിരുന്നു ഇക്വേഷൻ? ഇക്വേഷൻ ഇതാ ഈ പി കണ്ടുപിടിക്കുകയാണെങ്കിൽ mx2 + nx1 / m+n. അതുപോലെ y ടേം എന്താ? my2 + ny1 / m+n. ഇത് അപ്ലൈ ചെയ്താൽ മതി, ഈസി ആയിട്ട് കിട്ടും. വേറെ ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്തായി? ആൻസർ കിട്ടും. അപ്പോൾ സാർ പി കണ്ടുപിടിക്കാൻ എം എന്താ ഇവിടെ? m1 ആണ്. അപ്പോൾ 1 × -16 1 × 16 + 2 × 4 / 1 + 2. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വൈ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം? വൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്താൽ എക്സ് കിട്ടും. അപ്പോൾ ഞാനിത് നെക്സ്റ്റ് പേജിൽ ചെയ്യാം, ഒന്നുകൂടി അടിപൊളിയാക്കിയിട്ട് അവിടെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് പേജിൽ എഴുതാം. ഓക്കെ. അപ്പോൾ പി കിട്ടാൻ വേണ്ടിയിട്ട് mx2 എന്ന് പറഞ്ഞാൽ 1 × 16 1 × 16 + 2 × 4 2 × 4 / 2 + 1 അല്ലെങ്കിൽ 1 + 2 m+n 1 + 2. ഇത് ചെയ്യുമ്പോൾ എക്സ് കിട്ടും. ഇനി വൈ എന്താ? 1 × -2. അപ്പോൾ വൈ കിട്ടണമെങ്കിൽ 1 × -2 + 2 × n 2 ആണ്, 2 × 7 ചെയ്താൽ മതി /1 + 2. ഇനി ഇത് കീപ്പ് ചെയ്ത് പോവാം. അപ്പോൾ 1 × 16 16 + 8 / 3. ഇവിടെ 1 × -2 -2 + 14 / 3. അപ്പോൾ എന്താ കിട്ടുക? 24 / 3 കിട്ടും. ഇവിടെ 12 / 3 കിട്ടും. ഇതെന്താ? 8. എക്സ് 8 കിട്ടി, വൈ എന്താ? 4. സോ പി കിട്ടിപ്പോയി. പി എന്താ? 8 4. പി കിട്ടി. എടാ ഇനി ക്യൂ അല്ലേ? ക്യൂ കണ്ടുപിടിക്കുക. ഇത്രയൊന്നും പാടില്ല. ഇവിടെ നോക്ക്, പി ബിയുടെ മിഡ് പോയിന്റ് അല്ലടാ ക്യൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? മിഡ് പോയിന്റ് തിയറം വെച്ച് ചെയ്താൽ പോരെ? ക്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? x1 + x2/2 എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ y1 + y2/2 ഈ ഇക്വേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പി കിട്ടിയിട്ടുണ്ട് 84. പി എന്താ? പി 84 ആണ്. ക്യൂ എന്താ? ബി എന്താ? 16 - 2 16 - 2. അപ്പോൾ ശ്രദ്ധിക്കുക, പി ക്യൂവിൻ്റെ സെൻറ്ററിലുള്ള പോയിന്റ് അല്ലേ? പി ക്യൂവിലുള്ള സെൻറ്റർ പോയിന്റ് അല്ലേ ക്യൂ? അപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് യൂസ് ചെയ്താൽ മതി, സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യണ്ട. അപ്പോൾ എന്തായി? ഇത് ആഡ് ചെയ്യുമ്പോൾ x1 + x2/2 y1 + y2/2. അപ്പോൾ എന്താ കിട്ടുക? 16 18 24/2 4 - 2 2 ആണ്. അപ്പോൾ 2/2 അല്ലേ? അപ്പോൾ എന്താ കിട്ടുക? 12ഉം 1ഉം ആണ് കിട്ടുന്നുണ്ടാവുക അല്ലേ? 12 ആൻഡ് 1 ആണ് കിട്ടുന്നുണ്ടാവുക. സെറ്റല്ലേ? 12 ആൻഡ് 1. അപ്പോൾ നമുക്ക് എന്തായി? കംപ്ലീറ്റ് കിട്ടി. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നോക്കാം അല്ലേ? ഇതേ മോഡൽ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ. ഇതാ 1 -2 -3 4. അപ്പോൾ ഈ ട്രൈസെക്ഷന് ഇങ്ങനെ വരയ്ക്കുക. ഞാനിത് AB കൊടുത്തു, എന്നിട്ട് ഇതിനെ നേരത്തെ പോലെ ട്രൈസെക്ഷൻ PQ ആക്കി. ഓക്കെ അല്ലേ? അപ്പോൾ PQ എടുക്കുന്ന സമയത്ത് ഇവിടെ 1 -2 ഇവിടെ -3 4. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? പി കണ്ടുപിടിക്കാൻ നോക്കൂ അല്ലേ? പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? പി കണ്ടുപിടിക്കുക. APB ആണല്ലോ, APB. ഇവിടെ A1 -2, B എന്താ? -3 4. ഇതിൻ്റെ റേഷ്യോ അപ്പോൾ 1:PB ആയതുകൊണ്ട് 2. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ mx2 പി കണ്ടുപിടിക്കണമെങ്കിൽ
mx2 പ്ലസ് nx1 ബൈ എം പ്ലസ് എൻ. അതുപോലെ എന്താ ഇതിൻ്റെ y ആണെങ്കിൽ my2 പ്ലസ് ny1 ബൈ എം പ്ലസ് എൻ. ഇനി കണ്ടുപിടിച്ച് നോക്കിയാലോ? യെസ്. അപ്പോൾ ശ്രദ്ധിച്ചോ, mx2 എന്ന് പറയുമ്പോൾ m 1 ഇൻറ്റു -3, 1 ഇൻറ്റു -3 എന്താ -3 പ്ലസ് 2 ഇൻറ്റു 1 എന്താ 2 ബൈ 1 പ്ലസ് 2 3. ഇനി ഇവിടെ എന്താ കിട്ടുക? my2 1 ഇൻറ്റു നോക്കുക 1 ഇൻറ്റു 4 ഇതല്ലേ y2, ഇതോ ny1 പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ 1 ഇൻറ്റു 4 4 പ്ലസ് 2 ഇൻറ്റു -2 -4 ബൈ 3. അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? -3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ -1 ആണ് ബൈ 3. ഇവിടെ 4 - 4 0 ബൈ 3 0. അപ്പോൾ 1 ഇൻറ്റു -3 2 ഇൻറ്റു 1. ഓക്കെ, സെറ്റാണ്. അപ്പോൾ 0 -3 ആണ് പി എന്ത് കിട്ടി? -1 ബൈ 3 0 പി കിട്ടി. പി കിട്ടിയാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക? ക്യൂ കിട്ടും. കാരണം പി ബിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ. പി ഇപ്പോൾ -1 ബൈ 3 0 കിട്ടി. അതുപോലെ ബി നമുക്ക് -3 4 കിട്ടി. സെറ്റാണല്ലോ. ഇതിൻ്റെ മിഡ് പോയിന്റ് എടുത്താൽ മതി. അപ്പോൾ ക്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? x1 പ്ലസ് x2 ബൈ 2. x1 എന്ന് പറഞ്ഞാൽ -3 ബൈ 2. y1 എന്താ 0 പ്ലസ് 4 ബൈ 2. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ക്രോസ് ചെയ്യണം അല്ലേ? ക്രോസ് ചെയ്യുമ്പോൾ -1 3 ഇൻറ്റു -3 -9 ബൈ 3 ബൈ 2 കിട്ടും. ഇതെന്താ 4 ബൈ 2 2. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ -10 ബൈ 3 ഇൻറ്റു 2 എന്നാട്ടോ. ഈ 2 നേരെ ഇവിടെ എത്തും. റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻറ്റു ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 2. അപ്പോൾ എന്താ ഇത് രണ്ടും കട്ട് ചെയ്താൽ 10ഉം ഇതും കട്ട് ചെയ്താൽ -5 ബൈ 3 2 എന്ന് ആൻസർ കിട്ടും. സെറ്റായിട്ട് നമുക്ക് എന്തായി ആൻസർ കിട്ടി. -1 ബൈ 3 0 -5 ബൈ 3 0. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാറിതാ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇടുക. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ട്രൈസെക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചെയ്യാം. ഓക്കെ സെറ്റ്. ഇനി ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും നെയിം ദ കോർഡിലാറ്ററൽ ഫോർമുല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് യൂസ് ചെയ്തിട്ട് ചെയ്യുക? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് അത് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാനിതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇനി അടുത്ത് വരുന്ന ക്വസ്റ്റ്യനാണ്. ക്വാഡ്രൻറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ക്വാഡ്രൻറ്റ് ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കറിയാം, ഈ ക്വാഡ്രൻറ്റ് എടുക്കുമ്പോൾ ഇത് എക്സ് ആക്സിസ് ആണ്, അതുപോലെ ഇത് വൈ ആക്സിസ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് ഇത്. ഇവിടെ നിന്നാട്ടോ ഇതിങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റിൽ എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ്. സെക്കൻഡിൽ ഇത് പഠിക്കാൻ ഞാൻ ട്രിക്ക് തരാം. ഫസ്റ്റും തേർഡും ഒരുമിച്ച് പഠിക്കുക. ഫസ്റ്റിൽ എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ്. തേർഡിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ്. ഇനിയോ ഇവിടെ എന്താ വരിക? എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്. ഇവിടെ നേരെ തിരിച്ച് എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ. ഇവിടെ നോക്കുക, ഇതെന്താ? എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ്. ഇവിടെ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്. ഇവിടെ എക്സും നെഗറ്റീവ് വൈയും നെഗറ്റീവ്. ഇവിടെ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പഠിച്ചു വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഇത് NCERT നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. ആദ്യം ഇത് നോക്കാം. ഇവിടെ കണ്ടോ? ഇൻ വിച്ച് ക്വാഡ്രൻറ്റ് ദ ഫോളോയിങ് ലൈൻ. ഇവിടെ കണ്ടോ? പോസിറ്റീവ് പോസിറ്റീവ്. അപ്പോൾ നമ്മളെ മൈൻഡിലേക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ മതി. പ്ലസ് പ്ലസ് മൈനസ് 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 പ്ലസ് പ്ലസ് മൈനസ്. കണ്ടോ? അപ്പോൾ ഇതിൽ നോക്ക്, പ്ലസ് പ്ലസ് വരുമ്പോൾ ഫസ്റ്റത്തെ അല്ലേ? അപ്പോൾ ഏത് ക്വാഡ്രൻറ്റാ? ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. സെറ്റാണല്ലോ. അടുത്ത് നോക്ക്, പ്ലസ് മൈനസ് പറഞ്ഞാൽ തേർഡ് അല്ലേ? തേർഡ് ക്വാഡ്രൻറ്റ്. അടുത്തതോ മൈനസ് പ്ലസ്. ഏതാ മൈനസ് പ്ലസ് വരുന്ന? ഏതാ? ഇതല്ലേ? സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അടുത്ത മൈനസ് മൈനസ് ഏതാ? സോറി, എന്താ മൈനസ്? ഇത് ഫോർത്ത് ആണ് അല്ലേ? ലാസ്റ്റത്തെ അല്ലേ ഇത്? ഫോർത്ത്. ഇത് ഫോർത്ത്. ഇത് ആണ് തേർഡ് ക്വാഡ്രൻറ്റ് അല്ലേ? മൈനസ് മൈനസ് തേർഡ്. ഇനി എപ്പോഴും ശ്രദ്ധിച്ചോ, എക്സ് കോർഡിനേറ്റിന് നമ്മൾ വിളിക്കുന്നതാണെന്ത്? എക്സ് കോർഡിനേറ്റിന് വിളിക്കുന്നതാണെന്ത്? എക്സ് കോർഡിനേറ്റിനാണ് അബ്സിസ് ആണെന്ന് വിളിക്കുക.
അതുപോലെ തന്നെ വൈ കോർഡിനേറ്റിനെ ഓർഡിനേറ്റ് എന്ന് വിളിക്കും. അബ്സിസ ആൻഡ് ഓർഡിനേറ്റ്. അപ്പോൾ ഈ അബ്സിസ എന്താണ് എന്നുള്ള ജസ്റ്റ് നോക്കാം. ഇവിടെ അതാ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കും. ആബ്സിസ ഇൻ വിച്ച് ക്വാഡ്രന്റ് വിൽ പോയിന്റ് എക്സ് ലൈൻസ് ഇഫ് ഓർഡിനേറ്റ് ഈസ് 2 ആൻഡ് അബ്സിസ ഈസ് -2. എടാ ഇവിടെ ഓർഡിനേറ്റ് 2, അതായത് വൈ പോസിറ്റീവും എക്സ് നെഗറ്റീവും എന്നല്ലേ ഫസ്റ്റ് ഇത് പറഞ്ഞേ. പ്ലസ് മൈനസ് എന്ന് പറയുമ്പോൾ ഏതാണ് പ്ലസ് മൈനസ്, സോറി നേരെ തിരിച്ചാണ് അല്ലേ. അതായത് ആബ്സിസ നെഗറ്റീവ് വൈ പോസിറ്റീവ്, എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഏതാ? സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഇനി നേരെ തിരിച്ച് രണ്ടും നെഗറ്റീവ്. ആബ്സിസ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റാ, ഓർഡിനേറ്റ് വൈ, രണ്ടും നെഗറ്റീവ് വരുന്ന ഏതിലാ? തേർഡ് ക്വാഡ്രൻറ്റ്. ഇനിയോ ഓർഡിനേറ്റ് -3, ആബ്സിസ 4. ആബ്സിസ 4ഉം ഓർഡിനേറ്റ് -3 വരുന്നത് എവിടെ? മൈനസ് പ്ലസ് വരുന്നത് സെക്കൻഡിലല്ലേടാ. സോറി ഇത് നേരെ തിരിച്ചല്ലേ. -3 ആബ്സിസ പ്ലസ് മൈനസ്, അതായത് എക്സ് കോർഡിനേറ്റ് 4ഉം വൈ കോർഡിനേറ്റ് -3 ആണ്. അപ്പോൾ ഏത് ഇതിലായിരിക്കും വരുന്നുണ്ടാവുക? എവിടെയായിരിക്കും വരുന്നുണ്ടാവുക? യെസ്, പ്ലസ് മൈനസ് വരുന്നത് 4ത്തിലാണ്. ഇനി ഓർഡിനേറ്റ് വൈ 3 ആബ്സിസ -2, മൈനസ് പ്ലസ് വരുന്ന സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ, സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പോൾ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലോട്ട് ചെയ്യാൻ സിമ്പിളാണ്. പ്ലോട്ട് ദ ABCD ഇൻ ദ കോർഡിനേറ്റ് പ്ലെയിൻ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? കോർഡിനേറ്റ് പ്ലെയിന് വരയ്ക്കുക. എക്സ് ആക്സിസും വൈ ആക്സിസും. അടിപൊളിയായിട്ട് നിങ്ങളെ ഗണിതമഞ്ജരി ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഗ്രാഫ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രാഫ് പേപ്പർ വാങ്ങി വെച്ചാൽ നന്നാവും. കാരണം അടുത്ത ചാപ്റ്ററിലൊക്കെ നമുക്ക് വരയ്ക്കാനുണ്ട്. ഗ്രാഫ് പേപ്പർ വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എക്സ് ആക്സിസ് വൈ ആക്സിസ് നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഇനി ഇത് ഒറിജിനാണ്. ഒറിജിൻ്റെ ഇവിടെ നിന്ന് 1 2 3 4 5 6 ഇങ്ങോട്ട് -1 -2 -3 -4 -5. സ്കെയിലിൽ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ 1 2 3 4 5 ഇങ്ങോട്ട് -1 -2 -3 -4. ഇനി ഫസ്റ്റ് എന്താ? എ പോയിൻ്റ്. ശ്രദ്ധിച്ചോ, എ പോയിൻ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ. എ പോയിൻ്റ് വരയ്ക്കുമ്പോൾ 2 1 x2 y. x2 എവിടെ? ഇതാണ് x2. y1 എവിടെ? y1 ഇതാ. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. ടിഷ്കും എന്നിട്ട് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മളെ എ പോയിൻ്റ്. സാർ എന്ത് ചെയ്തു? ഇതിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോ, ഇതാ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചു, ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ വരച്ചു. ഇത് ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റാണ്. ഓക്കെ, ഇത് ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റാണ് എ. എന്താ? 2 1. ഇനി ബി ആണ് -1 2. അപ്പോൾ ബി -1 ഇവിടെ -1. യെസ്, ഇതാണ് -1 2. -1ൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. വരച്ചു. -1 കറക്റ്റായിട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇനി 2ന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഇതാണ് പോയിൻ്റ് ബി. -1 2. അടുത്തതോ ഗ്രാഫിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ട ആവശ്യമില്ല, അതിലുണ്ടാവും. ഇനി സി ആണ് ഈ -2 -1 -2 താഴോട്ട് വരക്കാം. താഴോട്ട് -1 ഇവിടെയാണ്. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റാണത് അല്ലേ, സി. അപ്പോൾ ഈ പോയിൻ്റ് സി എന്താ? -2 -1. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് എക്സ് ആണ് കേട്ടോ നിങ്ങൾ വരയ്ക്കേണ്ടി. എക്സ് ആണ് ഫസ്റ്റ് വരയ്ക്കേണ്ടി. അടുത്ത പോയിൻ്റ് ഏതായിരുന്നു? അടുത്ത പോയിൻ്റ് 1 D 1 -2. അപ്പോൾ x1 ഇതാണ്, -2 ഇവിടെയാണ്. അപ്പോൾ എങ്ങോട്ട് വരയ്ക്കണം? താഴോട്ട് വരയ്ക്കണം. -1 ഇതാണ്, -2 ഇതാണ്. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റാണ് അല്ലേ, ഈ 2ൽ വരുന്ന ഈ പോയിൻ്റാണ് ടി. എന്താ? 1 -2. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പഠിക്കുക പറഞ്ഞാൽ നല്ല അടിപൊളി വൈബുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങളത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ട് ഒരു കേസ് സ്റ്റഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. കേസ് സ്റ്റഡി ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടാവില്ല. പക്ഷേ 9th മുതൽ നിങ്ങൾ കേസ് സ്റ്റഡി ഒക്കെ പഠിച്ചിരിക്കണം.
10th ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് കേസ് സ്റ്റഡി ബേസ് കുറേ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഫിഗർ. സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 9th ആർ വിസിറ്റഡ് സൻസദ് ഭവൻ. നമ്മളെ പാർലമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ പാർലമെൻറ്റിൽ അടിപൊളിയായിട്ട് കുറേ എംപിമാരൊക്കെ ഇരിക്കുന്ന പിക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. കാണുന്നുണ്ട്. ടീച്ചർ അസൈൻ ദ ആക്ടിവിറ്റി ടു ഒബ്സർവ് ടേക്ക് സം പിക്ചേഴ്സ് ടു അനലൈസ് ദ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ MP ആൻഡ് സ്പീക്കർ ബേസ്ഡ് ഓൺ ദ കോർഡിനേറ്റ് ജോമെട്രി. ദ സ്റ്റാഫ് ടൂർ ഗൈഡ് എക്സ്പ്ലെയിൻഡ് വേരിയസ് ഫാക്ട് റിലേറ്റഡ് ടു മാക്സ് സൻസദ് ഭവൻ. ഇപ്പോൾ പാർലമെൻറ്റിനെ നമ്മൾ സൻസദ് ഭവൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് അല്ലേ. To the students were surprised when teacher asked them, you need to apply coordinate geometry on seating arrangement MP and speaker. ഓക്കെ, അപ്പോൾ സ്പീക്കറിനെയും ഒക്കെ എന്ത് ചെയ്തു, സ്റ്റുഡൻസിനോട് ഒരു കോർഡിനേറ്റ് ജോമെട്രി ബേസ് ചെയ്ത് ഒരു ഗ്രാഫ് പേപ്പറിൽ ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അവന്മാർ അടിപൊളിയാക്കി ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഓരോരുത്തർ ഓരോ പോയിന്റ് കൊടുത്തിട്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയെന്ന് വായിച്ചു നോക്കുക. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്, റഫർ ബിലോ ഇമേജ് ആൻഡ് ഗ്രാഫ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് പൊസിഷൻ B ആൻഡ് D. എടാ ബിയും ഡിൻ്റെയും കോർഡിനേറ്റ് B ഇതാണ് അല്ലേ. അപ്പോൾ ബീൻ്റെ കോർഡിനേറ്റ് ചെയ്താൽ സിമ്പിളാണ്. താഴോട്ട് നോക്കുക, x1 y4. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എന്താ 1 4. ഇനി D എന്താ x-3 y-2. അപ്പോൾ -3 -2. അതും നമുക്ക് സിമ്പിളായിട്ട് തന്നെ എന്തായി കിട്ടി. ഇനി അടുത്ത എന്താടാ വരുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ. അപ്പോൾ B, കോർഡിനേറ്റ് ഓഫ് B എന്താ 1 4. ഇനി കോർഡിനേറ്റ് ഓഫ് D എന്താ -3 2. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് E. A ആൻഡ് Eൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ Aൻ്റെ കോർഡിനേറ്റ് ആദ്യം കണ്ടുപിടിക്കണം. Aൻ്റെ കോർഡിനേറ്റ് എന്താ x4 ആണല്ലേ. താഴോട്ട് നോക്കുക y2. അപ്പോൾ 4 2. Eൻ്റെ കോർഡിനേറ്റ് എന്താ x10 y3. അപ്പോൾ 10 3. ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ. എന്താ എങ്ങനെ ഡിസ്റ്റൻസ്, A കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ്, മറന്നിട്ടില്ലല്ലോ, x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ അല്ലേ. ഈ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് സാറ് ഡിസ്റ്റൻസ് ഫോർമുലയാണ് പറഞ്ഞത്. അപ്പോൾ x2 - x1 ഹോൾ സ്ക്വയർ 10 - 4 ഹോൾ സ്ക്വയർ 10 - 4 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 3 - 2 ഹോൾ സ്ക്വയർ 3 - 2 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ കിട്ടുക, 10 - 4 6. 6ൻ്റെ സ്ക്വയർ എന്താ 36 പ്ലസ് 2 - 1 3 ആണ്. 3 - 2 1 ആണ്. 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ റൂട്ട് 37 യൂണിറ്റ്സ് ആണ് എന്ത് ഇതിൻ്റെ യൂണിറ്റ് കിട്ടുന്നുണ്ടാവുക. ഇനി ഇൻ വിച്ച് ക്വാഡ്രൻറ്റ് ദ പോയിന്റ് C ലായി. എടാ ഈ പോയിന്റ് C ഏത് ക്വാഡ്രൻറ്റിലാണ്, ഇപ്പം തന്നെ നമുക്കറിയാം C ഏത് ക്വാഡ്രൻറ്റാണ്. ഫസ്റ്റ് 1 2 3 4 ഏത് ക്വാഡ്രൻറ്റിലാണ്, 4th ക്വാഡ്രൻറ്റ് അല്ലേ. ഇനിയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് E ഫ്രം Y ആക്സിസ്. E എന്ന് പറഞ്ഞ പോയിന്റിന് Y ആക്സിസ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എടാ Y ആക്സിസ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ അത് X കോർഡിനേറ്റ് ആയിരിക്കും. ഇപ്പോൾ കണ്ടോ ഇവിടുന്ന് തൊട്ട് ഇത്രയുള്ള ഡിസ്റ്റൻസ് എത്ര, ഇത് 10 ആണ്. അപ്പോൾ നിങ്ങളോട് എപ്പോഴെങ്കിലും Y ആക്സിലെ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചോദിച്ചാൽ അത് X കോർഡിനേറ്റ് ആയിരിക്കും. ഇനി X ആക്സിലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചോദിച്ചാൽ അത് Y കോർഡിനേറ്റ് ആയിരിക്കും. ഇവിടെ ചോദിച്ചിട്ടുള്ള Y ആക്സിലാണ്. അപ്പോൾ എന്താ 10 ആണ്. എന്തായിരിക്കും 10 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്ത് പഠിച്ചു നമ്മൾ, ഇതുപോലെ നമ്മൾ കേസ് സ്റ്റഡിയും പഠിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി സാർ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചു, മിഡ് പോയിന്റ് തിയറം പഠിച്ചു, സ്ലോപ്പ് പഠിച്ചു. അതുപോലെ ലാസ്റ്റ് ആ ട്രൈസെക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു സെക്ഷൻ ഫോർമുലയും പഠിച്ചു. ഈ ഫോർമുലാസ് നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആർക്കെങ്കിലും ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ PPT സാർ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ താഴെ സ്ക്രോൾ ചെയ്യുന്ന ഈ നമ്പറിൽ ജസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് മെസ്സേജ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, കമ്മ്യൂണിറ്റി എന്ന് തന്നെ മെസ്സേജ് ചെയ്യണം. 9th കമ്മ്യൂണിറ്റി എന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാർ എന്ത് ചെയ്യുക, 9th കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ഉഷാറായിട്ട് പഠിക്കുക. സിലബസ് മാറിയതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ആരും എഫക്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഉഷാറായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് ഇപ്പം തന്നെ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.